ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ വിഷുവിന് വിരുന്ന് വന്നിട്ട് എൻ്റെ വീട്ടിലാണ് കേട്ടോ. വിഷുവിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല, കാരണം നമുക്ക് വലിയമ്മയൊക്കെ മരിച്ചിട്ട് ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വിഷു ആഘോഷിച്ചിട്ടില്ല. പിന്നെ ഉണ്ണിയുടെ ഒരു ഫോട്ടോഷൂട്ട് നടത്തി കേട്ടോ, കാരണം ഇവരിപ്പോൾ ഈ ചെറുപ്പത്തിലെ എടുത്താലൊക്കെ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി ഇവിടെ നിൽക്കണോ, കാരണം എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പോവാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ദിവസമാണ് വെക്കേഷൻ ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊക്കെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണി ഇതാ മേമയുടെ കൂടെ കളിക്കുകയാണ്. മേമയുടെ കൂടെ രാവിലെ തന്നെ ഓടി കളിക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ചപ്പാത്തി അതുപോലെ മുട്ടക്കറി ആയിരുന്നു കേട്ടോ. ഉണ്ണിക്ക് പിന്നെ കോഴിമുട്ട ഭയങ്കര ഇഷ്ടമാണ്, പുഴുങ്ങിയത്. അപ്പോൾ അവൾ അതുപോലെ കോഴിമുട്ട കാണാനും കളിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് വാശി പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കഷ്ണം കൊടുത്തു. നമ്മളിപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് അങ്ങനെ കോഴിമുട്ട കൊടുക്കാറില്ല കേട്ടോ. ഉണ്ണിക്ക് നല്ല ചൂടുണ്ട് അതുകൊണ്ട്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാർപ്പുമ്മയ്ക്ക് കയറി. അപ്പം ഞാനും മുളക് കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയും അച്ഛനും കൂടിയിട്ട്. അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോഴത്തേനും അച്ഛനത് പൊട്ടിച്ചിട്ട് പഴുത്തതൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഉണക്കിയിട്ടുണ്ട്. ഇനി ഉണക്കമുളക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നല്ല രീതിക്ക് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഞാൻ അത്യാവശ്യം ഇതാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചുവന്നതൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അതാ അത്യാവശ്യം ഉണ്ട്, നീണ്ട മുളകാണ് കേട്ടോ. പിന്നെ തൈ നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് കുറേ പറിച്ചതാണ്, കുറച്ച് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നല്ല തിക്കായിട്ട് ഉള്ള കാരണം കാണാൻ പറ്റുന്നില്ല അധികം. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിക്ക് തന്നെ മുളക് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണി ഇതാ ഒരു വടി കിട്ടി, അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് അവിടെ ഇതാണ് പണി, വടി എടുത്തിട്ട് ഇങ്ങനെ നടക്കലാണ് പണി. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, പ്രഗ്നൻ്റായി ഇരിക്കുന്ന സമയത്തൊക്കെ ഇളം വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വാർപ്പിൻ്റെ മുകളിലായി നിന്നാലായിരുന്നു ഇളം വെയിൽ കിട്ടിയായിരുന്നു. താഴത്തേക്ക് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. ഇവിടെ വന്ന് നിൽക്കണത് സെറ്റും കൊണ്ടൊക്കെ എടുത്തിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടി വന്ന് നിന്നായിരുന്നതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ ഇതാ ആ ആളിപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് നിന്നിട്ട് വെയിൽ കൊള്ളുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും മണിമേമ കുളിയൊക്കെ കഴിഞ്ഞെത്തി കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞെത്തി. അപ്പോൾ ഞാനൊരു ഉടുപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, മുന്നൊരു ഫ്രോക്ക് അടിച്ചില്ലേ, അപ്പോൾ അത് കൊടുത്ത സമയത്ത് മേമ ഒരു തുണി തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഒരു ഫ്രോക്ക് ഇപ്പോൾ തയ്ച്ചുകൊണ്ടതാണ്. അപ്പോൾ ഞാനത് അവളിട്ട ബനിയൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തിരിക്കണത്. ഒന്ന് പാകമുണ്ടോ നോക്കുകയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷേപ്പാക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ കുഴപ്പമില്ല, പാകമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്ത് നിൽക്കുമ്പോൾ പിന്നെ സമയം വൈകിട്ടോ. അപ്പോൾ ഞാൻ വേഗം റെഡിയായി, 9:45 ഞാൻ പോകാൻ നിൽക്കുകയാണ്. കാരണം ഇന്ന് മീറ്റിംഗ് ഉണ്ട്, പാരൻസ് മീറ്റിംഗ് ആണ്. അപ്പോൾ 10:30ക്കാണ് മീറ്റിംഗ്. പക്ഷേ ഞാൻ അവിടെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് നേരത്തെ പോകാൻ. അപ്പോൾ ഇന്ന് ഞാൻ പോകുമ്പോൾ ഉണ്ണി ഭയങ്കര കരച്ചിലാണ്, അല്ലെങ്കിൽ ഞാൻ കരയാറൊന്നുമില്ല. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവും, ചേച്ചിമാരനൊക്കെ അങ്ങനെ കാണാം അവിടെ വന്നാൽ. അപ്പോൾ അതുകൊണ്ട് ചേച്ചിമാരനൊക്കെ കണ്ടാൽ പിന്നെ ഞാൻ പോണ കാര്യം തന്നെ അവൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ഇന്ന് അത്യാവശ്യം കരഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് അവിടെ എത്തിയിട്ടോ. ഫ്രണ്ട്സ്, ഞാൻ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മീറ്റിംഗ് ആണ്, പാരൻസ് മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഇപ്പോൾ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മീറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് അറേഞ്ച് ചെയ്യാം കേട്ടോ. നേരത്തെ ബാക്കി ടീച്ചേഴ്സൊന്നും എത്തിയിട്ടില്ല, കുട്ടികളും ആരും പാരൻസൊന്നും വന്നിട്ടില്ല. 10:30ക്കാണ്. ഞാൻ 10 മണിക്ക് തന്നെ വന്നിട്ട് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ട് മീറ്റിംഗ് നടത്താമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ അടിച്ചു വരുമായിരുന്നു. എന്താ പറയുക, നല്ല ചപ്പൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ പരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടിച്ചു വരട്ടെ. ഇവിടെ കസേരകളൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കണം. അങ്ങനെ എന്താ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ കുറച്ച് പാരൻസ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വെയിലും പിന്നെ വിരുന്ന് പോയിട്ട് അവരെത്തിയിട്ടില്ല. കുറേ പേര് വിരുന്നിലൊക്കെയാണ്. അപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മീറ്റിംഗ് ഒക്കെ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയ സമയത്ത് അമ്മ തിരിച്ചിട്ട് കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ അമ്മ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് അമ്മ പോയത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഉണ്ണി ഉറങ്ങുമായിരുന്നു. പിന്നെ വെയിലൊക്കെ കൊണ്ട് വന്നിട്ട് ഭയങ്കര ഇതാണ്. നമ്മൾ പുറത്ത് പോയി വരുമ്പോഴേക്കും ആകെ വെയ്യാണ്ടാവും. കോട്ടയൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോവുക. എന്നാലും എന്താ പറയുക, വെയിൽ നിന്നിട്ട് തന്നെ സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വന്നപ്പോഴേക്കും അച്ചമ്മ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചക്കയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ചക്ക കഴിക്കുമ്പോഴാണ് ഒരാൾ എണീറ്റ് വരുന്നത്. അപ്പോൾ എണീറ്റ് വന്നിട്ടുള്ള ലുക്കാണ് കേട്ടോ അത്. അപ്പോൾ എണീറ്റ് വന്നതിൻ്റെ ഒരു ക്ഷീണമാണ്. അപ്പോൾ
ഉറക്കത്തിൽ നീച്ച് വന്നതിൻ്റെ ക്ഷീണമായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ക്യാമറ കണ്ട ഭയങ്കര ചിരിയും ഒക്കെയാണ് കേട്ടോ. ഉണ്ണിക്ക് ഉറക്കം മതിയായിട്ടാണ് എണീറ്റ് വരുന്നുണ്ടെങ്കിൽ കരച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അമ്മ അല്ലെങ്കിൽ ആരെയാണ് വിളിച്ചിട്ട് വരിക. മറ്റേത് ഉറക്കം മതിയാതെ ഇടയ്ക്കുന്ന എണീക്കുമ്പോഴാണ് കരച്ചിലും വീഴ്ചലൊക്കെ കേട്ടോ. അല്ലെങ്കിൽ സമാധാനമായിട്ടുള്ള എണീറ്റ് വരവാണ്. അങ്ങനെ പിന്നെ ഉച്ചയ്ക്കാണല്ലോ എണീറ്റത്. അപ്പം ഞാൻ വിചാരിച്ചു ചോറ് കൊടുക്കാണ്. അപ്പോൾ സമ്മതിച്ചില്ല കേട്ടോ. പാല് കുടിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ചോറിനാനേ കൂട്ടാക്കിയില്ല. അപ്പം ഞാൻ പാലിനെ കൊടുത്തു. എന്നിട്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറ് കൊടുത്തത്. അപ്പോൾ ആകെ ചൂടൂരാണ് കേട്ടോ. മേലൊക്കെ കണ്ടോ, നെറ്റത്തൊക്കെ കാണുന്നുണ്ടെന്ന് കാണില്ലേ, നല്ല രീതിക്ക് ഉണ്ട്, മേലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ചോറ് അധികം കഴിച്ചില്ല കേട്ടോ. അവൾ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ഞാൻ അട ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് പോയിട്ട് അട ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ട കാരണം അത് കഴിച്ചു. ഒരു ഇത്തിരി ഭാഗം, അതിന് സൈഡ് ഭാഗം ഉണ്ടാവല്ലോ, ആ ഒരു ഇത്തിരി ഭാഗം മാത്രം ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, അച്ഛനൊന്നും കൊടുക്കണില്ല കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊടുക്കില്ല. അവൾക്ക് ഇഷ്ടപ്പെടാത്ത സാധനങ്ങളാണെങ്കിൽ മാത്രമാണ് ഷെയർ ചെയ്യുള്ളൂ. അച്ഛൻ കുറേ ചോദിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ കൊടുക്കണില്ല. പിന്നെ ഒരു സ്വഭാവമാണ് എല്ലാം പാടെ ഒരുമിച്ച് വായിലിടുക എന്നുള്ളത്. അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അതിനിങ്ങനെ ചീത്ത പറയുകയാണ്. അച്ഛനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനത് ചീത്ത പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഇന്നെ ചീത്ത അറിയാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, അച്ഛനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ എൻ്റെ അടുത്ത് ചീത്ത പറയുകയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്ന സമയത്തായിരുന്നു വിറക് വന്നത്. വിറക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അങ്ങനെ വിറക് കൊടുന്നപ്പോൾ പിന്നെ ഞാനും അച്ഛനും കൂടിയിട്ട് അതും കൂടി കൊടുന്നിട്ടു കേട്ടോ. അതൊക്കെ കൊടുന്നിട്ട് ഇരുന്നൊന്ന് ക്ഷീണം മാറിയപ്പോഴേക്ക് നമുക്ക് പോകാറായി. അപ്പോൾ 5 മണിയൊക്കെ ആയപ്പോൾ ഞാനും ഉണ്ണിയൊക്കെ റെഡിയായി അച്ഛൻ്റെ കൂടെ എന്താ പറയുക നമ്മുടെ കടയ്ക്ക് പോയിട്ടോ. കാരണം 6:10 ബസ്. അപ്പോൾ പിന്നെ എത്ര നേരത്തെ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾ കടയിലേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ് എത്ര നേരത്തെ ഇറങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ കടയിലെത്തി. അപ്പോൾ അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. അച്ഛൻ ലോട്ടറി കച്ചവടമാണ്. അച്ഛൻ പിറ്റേ ദിവസത്തേക്കുള്ളത് തലേ ദിവസം എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പട്ടാമ്പയ്ക്ക് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കടയിൽ നിന്നു. അപ്പോൾ ഉണ്ണി ക്യാമറ കണ്ടതിൻ്റെ ഗോഷ്ടികളാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ചായക്ക് വാങ്ങി കുടിച്ചു കേട്ടോ. അങ്ങനെ ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്ന സമയം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് അച്ഛൻ തിരിച്ച് വന്നിട്ടുണ്ട്. കേറിപ്പിക്കും. 1 2 3. അച്ഛൻ 5:45 വന്നു. അപ്പോൾ പിന്നെ എന്ത് ടൈം കിട്ടോ, 6:10 ബസ്. അപ്പോൾ ഇവിടെ നിന്ന് 5:55 ഇറങ്ങിയാലും മതി. അപ്പം ഞങ്ങൾ പിന്നെയും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ നൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ണിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുമ്പോൾ തട്ടിയിടാനൊക്കെ. അങ്ങനെ പിന്നെ ഇരുന്ന് ടൈമായി. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ അങ്ങനെ ആറങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ അവളെ കൊണ്ടുപോകണില്ല, ഞാൻ വണ്ടി കയറി ഇരിക്കുകയാണ്. അതിനാണ് അവൾ വാശി പിടിക്കുന്നത്, അവൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താ 55 അവിടെ നിന്ന് വന്നെങ്കിൽ 6 മണിയായപ്പോഴേക്കും ഇങ്ങോട്ട് എത്തിയാണ്. 5 മിനിറ്റ് വേണ്ടുള്ളൂ ആറങ്ങോട്ടേക്ക് കേട്ടോ. അങ്ങനെ ആറങ്ങോട്ടേക്ക് എത്തിയപ്പോൾ പിന്നെയും ഉണ്ട് ടൈം. അപ്പോൾ നിന്നപ്പോൾ ഉണ്ണി കട മുമ്പിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഉണ്ണിക്ക് പിന്നെയും മിഠായി കാണുമ്പോൾ ഇങ്ങനെ വാശി തുടങ്ങിയിട്ടോ. അപ്പോൾ അച്ഛൻ പോയിട്ട് 2 ലോലിപോപ്പ് വാങ്ങിക്കൊടുത്തു. അപ്പോഴേക്ക് പിന്നെ അത് വാങ്ങിയപ്പോഴേക്ക് ഞങ്ങളുടെ ബസ് വന്നു. ഞങ്ങൾ വേഗം അങ്ങനെ ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ബസ് കയറിയിരിക്കുമ്പോൾ ഉണ്ണി മേലേക്ക് നോക്കിയിട്ട് അമ്പിലി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തപ്പോൾ അമ്പിലിയോ എന്ന് ചോദിച്ചാൽ ഞാൻ മേലേക്ക് നോക്കിയപ്പോൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ, അമ്പിളിമാമനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേഗം കണ്ടുപിടിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഇരുന്ന് അവിടെ എത്തി. ഉണ്ണി ഉറങ്ങി. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ബസ് ഇറങ്ങിയതും ഏട്ടൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് വരിക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ടൈം നോക്കിയിട്ടാട്ടോ നമ്മളിങ്ങോട്ട് തിരിച്ച് പോകുന്നത്. അതാണ് ഇത്ര നേരം വൈകിയത്. പിന്നെ വെയിലൊക്കെ ആറട്ടെ വിചാരിച്ചു, അല്ലെങ്കിൽ പിന്നെ 3 മണിക്ക് നേരത്താണ് ബസ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഉണ്ണിക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതുരുത്തി തന്നെയുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇത്. ഉണ്ണിക്ക് ഞങ്ങൾ മുന്നേ ചെരുപ്പ് വാങ്ങിയത് ഇവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക കുറേ ചെരുപ്പുകൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പം അതിൽ ഉണ്ണിക്ക് ഇട്ട് കൊടുക്കാനൊക്കെ എളുപ്പത്തിനൊക്കെ ഉള്ളൊരു എളുപ്പം വേണം. ഉള്ള ഷൂ എന്ന് പറയുന്നത് ഇപ്പോൾ അവൾക്ക് കറക്റ്റ് ഭാഗമാണ്, പക്ഷെ അതൊന്ന് കയറി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങളിങ്ങനെ സ്ട്രിപ്പ് ഓട്ടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെരുപ്പുകളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റണം, അങ്ങനെ ഒരു നോക്കിയിട്ടുള്ള ചെരുപ്പാണ് വാങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മീൻ വാങ്ങാൻ വേണ്ടി പോയി. അപ്പം ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചു. അതാട്ടോ, അപ്പോൾ ഇതിൽ ചെമ്പല്ലി ആട്ടോ വാങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ഉണ്ണിക്ക് ആപ്പിൾ വാങ്ങിച്ചു. കാരണം എന്നും ഉണ്ണിക്ക് ആപ്പിൾ കൊടുക്കാറുണ്ട്, ഒരു പകുതി ആപ്പിൾ ദിവസം വൈകുന്നേരം കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.